സച്ചേട്ടാ സച്ചേട്ടാ 3 മണിയായി. മോക്ക് മരുന്ന് കൊടുക്കണ്ടേ? എണീക്ക്. എന്താണ് ഉറക്കൊന്നുമില്ലേ? സച്ചേട്ടാ മരുന്നെടുക്കോ. എന്ത്? മരുന്ന് കുടിക്കാം, മരുന്ന് കുടിക്കാം. ഓ ഓ ഓ ഓ ഓ ആ ആ ആ ആ ആ കുടിച്ചു കുടിച്ചു. എന്താണ്? ഇനി വല്യമ്മയുടെ പൊന്നുമോൾ ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ. പാവം മോക്ക് എന്തറിയാം? ഈ സർജറി ഒഴിവാക്കാൻ ഒരു വിധത്തിലും സാധിക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞത് ചിലപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ശരിയാവുമെന്ന്. ഇന്ന് വിളിച്ചപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞതുമില്ല. മരുന്ന് കഴിക്കുമ്പോൾ സുഖമായ മതിയായിരുന്നു എൻ്റെ മോക്ക്. എന്തായാലും ഒരാഴ്ച കുഞ്ഞിന് നമുക്ക് തന്നെ മരുന്ന് കൊടുക്കാം. അതാവുമ്പോ തനിക്ക് മോളെ സ്വതന്ത്രമായി കിട്ടുമല്ലോ. സർജറിയുടെ ആവശ്യമൊന്നും വരില്ല. ഈ മരുന്നിൽ തന്നെ മോളുടെ അസുഖമൊക്കെ മാറും. സമയത്രയായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നോണ്ട് മോക്ക് വിശക്കും. അടുത്ത തവണ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് മീരയെടുത്ത് വിളിച്ച് മോളെ അതിരുടെ അടുത്തെത്തിച്ച് പാല് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറയാം. അപ്പൊ ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലേ? ഓ എന്താണ്? എന്താണ് എന്താണ്? ഉറങ്ങ്. എന്താണ്? എല്ലാവരോടായിട്ട് പറയുക, ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുവാണെങ്കിൽ അത് ധനുഷിന് മാത്രമായിരിക്കും. ഇതെന്റെ ഉറച്ച തീരുമാനമാ. അത് ചോദ്യം ചെയ്യാനോ മാറ്റാനോ ആരും ശ്രമിക്കണ്ട. ധനുഷ് ജയിലിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് അവനെ വിവാഹം കഴിച്ചതാ. താ 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 അച്ഛാ, സ്നേഹയുടെ കാര്യത്തില് എന്താ അച്ഛൻ്റെ തീരുമാനം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. തീരുമാനം നമ്മളെല്ലാവരും നേരത്തെ എടുത്തു കഴിഞ്ഞു. പക്ഷേ സ്നേഹ അവനെ മറക്കാൻ പറ്റില്ലെന്ന് പറയുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് ജയിലിൽ കാണാൻ പോയപ്പോ അവൻ എന്തൊക്കെയോ പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് അച്ഛാ. ഉള്ളിൽ സ്നേഹം കിടക്കുന്നതുകൊണ്ട് അവൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അവൻ എന്തൊക്കെയാണാവോ പറഞ്ഞു കൊടുത്തത്. അവൻ എന്തൊക്കെ പറഞ്ഞാലും അവനെ മാത്രം തെറ്റു പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കുട്ടി അവിടെ ചെന്നതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ ഒരു ഭയം ഉണ്ടായിരുന്നു. അതാ അവളെന്ന് അനുവാദം ചോദിച്ചപ്പോൾ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അത് മറികടന്ന് അവൾ പോയി. ആരാലും പറഞ്ഞ് തിരുത്താവുന്ന രീതിയിൽ
സ്നേഹ ഇപ്പം മാറിക്കഴിഞ്ഞു. ഒരു നീണ്ട സമയം നമ്മുടെ മുമ്പിലില്ല. അതെ അച്ഛാ, നാളെ ധനുഷ് പുറത്തിറങ്ങുമെന്ന് അറിഞ്ഞത്. അവൻ ഇറങ്ങിയാൽ സ്നേഹ കാണാൻ ഇവിടേക്ക് വരുമെന്ന് ഏകദേശം ഉറപ്പാണ്. അത് തടയാൻ നമുക്കാവില്ല. പ്രത്യേകിച്ച് സ്നേഹ ഇങ്ങനൊരു നിലപാടി ഉറച്ചു നിൽക്കുമ്പോൾ. എത്രയെന്നും പറഞ്ഞ് അവളെ പൂട്ടിയിടുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിലക്കുന്നു. ആ നന്ദ, ഞങ്ങൾ സ്നേഹയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ അവൻ ജാമ്യത്തിലിറങ്ങുമെന്ന് അറിഞ്ഞു. സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാ. അതിൻ്റെ കാരണം ഞാനിനി പറയണ്ടല്ലോ. അവൻ ജയിലിൽ കിടക്കുവോ പുറത്തിറങ്ങുവോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്നെ ബാധിക്കുന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. ഒരു മാപ്പ് ചോദിക്കാൻ പോലും അവൻ ഇവിടേക്ക് വരരുത്. സ്നേഹയ്ക്ക് അവനെ കാണണമെന്ന് വാശിയാ. ആ വാശി അവളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് എന്ത് തീരുമാനവും നിനക്കെടുക്കാം. സ്നേഹയുടെ കാര്യവും പറഞ്ഞ് അവൻ എൻ്റെ മുമ്പിൽ വരരുത്. എൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ അവൾ ജയിലിൽ പോയി അവനെ കണ്ടു. ഇനി ഞാൻ എതിർക്കുന്നത് അവരുടെ ബന്ധത്തെയാ. ആ എതിർപ്പ് കൂടി ലംഘിച്ച് അവൾ അവനൊപ്പം പോയാൽ സേതുമാധവൻ എന്ന അച്ഛൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അത് ഓർമ്മയിൽ വെച്ച് വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. നന്ദേട്ട, എന്താ നന്ദേട്ടൻ്റെ മനസ്സിൽ? സ്നേഹ പറയുന്നതും അച്ഛൻ പറയുന്നതും രണ്ടും രണ്ടാ. ആരെ നമ്മൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത്? ചിലപ്പോ നന്ദേട്ടൻ പറഞ്ഞ ധനുഷ് അനുസരിക്കും. എല്ലാം വിട്ടിട്ട് ഈ നാട്ടിൽ നിന്ന് പോവാൻ നന്ദേട്ടൻ അവനോടൊന്ന് പറയണം. നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ഭാവി നോക്കിയല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ധനുഷ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. സ്നേഹയും കൊണ്ടാ ഞാൻ പോകുന്നത്. അവൻ ഇങ്ങോട്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ അവിടെ ചെന്ന് അവളെയും കൂടെ നിർത്തി ഒരു പരിഹാരം കാണാം. രണ്ടിലൊന്നും തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അച്ഛനും സ്നേഹയും നമുക്ക് നഷ്ടപ്പെടരുത്. അതിനെന്താ വഴിയെന്ന് ഞാനത് നോക്കട്ടെ. സ്നേഹം കൊണ്ട് നന്ദേട്ടൻ പോയാൽ അവനിനി എന്ത് തീരുമാനിച്ചിറങ്ങുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുമാത്രമല്ല, സ്നേഹ അവനോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നാളെ നമുക്കൂടി ഒന്ന് പോവാൻ സച്ചേട്ടാ. നന്ദേട്ടനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. ആരും അറിയാതെ നമുക്കും അവിടെ പോണം. മാഷ് ഉറങ്ങിയില്ലല്ലേ? അല്ലെങ്കിലും ഇന്നത്തെ ദിവസം മാഷിന് ഒട്ടും ഉറക്കം വരില്ലെന്ന് എനിക്കറിയാം. നാളെ സുഖമായിട്ട് ഇറങ്ങാലോ. അല്ല, ഇവിടുന്ന് നാളെ ഇറങ്ങിയ മാഷ് എങ്ങോട്ടാ പോകുന്നത്? പറയത്തക്ക കാര്യം അങ്ങനെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നല്ലപോലെ ജീവിക്കും മാഷേ. എന്നെപ്പോലെയൊന്നും അല്ലല്ലോ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒളിച്ചോടി പോകാനൊക്കെ പറ്റുമോ? അനുഭവിച്ചതിനൊക്കെ പകരം ചോദിക്കാതെ പോയാ എങ്ങനെയാ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്? എനിക്ക് പറയത്തക്ക രീതിയിൽ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? നെല്ലിശ്ശേരി വീട്ടിലെ എല്ലാവരും എൻ്റെ ബന്ധുക്കളാ. നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അങ്ങോട്ടേക്കാണോ പോകുന്നത്? അതെ, അവിടേക്ക് തന്നെ പോവും. എന്നിട്ട് മുടങ്ങിയ കല്യാണം വീണ്ടും നടത്തും. അവൾ എനിക്കുള്ളതാ, സ്നേഹ. അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. എന്നെ കൈനീട്ടി അടിച്ചവളാ അവള്. വലിയ കൈകൊണ്ട് തന്നെ
അവൾ എന്നെ തലോടും. അതിനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ധനുഷ് ആരാണെന്നും എന്താണെന്നും കേട്ടറിഞ്ഞ അവളെ അനുഭവത്തിലൂടെ ഞാൻ പഠിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ അവളെ വിവാഹം കഴിക്കും. അതെന്റെ 3.5 തരം ഉറപ്പാ. നന്ദേട്ടനും സ്നേഹയും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കുറപ്പാ അവർ രണ്ടുപേരും ധനുഷിനെ കാണാൻ വേണ്ടി തന്നെ പോയതാ. അവര് ധനുഷിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് അവനെ പോക്കണം. അവനെ കൈ കിട്ടിയ പിന്നെ അവൻ സ്നേഹയുടെ മുന്നിൽ വരാൻ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നന്ദേട്ടനെ സ്നേഹയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്റെ ടെൻഷൻ അതല്ല. നന്ദേട്ടൻ ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുമെന്നോ? സ്നേഹയുടെ മുന്നിൽ വെച്ച് ധനുഷിനെ പറഞ്ഞ് വിലക്കാനാണോ, അതോ സ്നേഹയുടെ ഇഷ്ടം ഗതികേട് കൊണ്ട് സമ്മതിക്കുമെന്നോ അറിയില്ലല്ലോ. അതായിട്ടെത്തി അവന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് അവനെ പൊക്കണമെന്ന് പറഞ്ഞത്. അപ്പോ നമ്മുടെ ഈ പ്ലാൻ നടന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. എന്തായാലും ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. സ്നേഹയെ രക്ഷിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് നോക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ കൈവിട്ട് കളയാൻ നിവൃത്തിയുള്ളൂ. നന്ദേട്ടാ, ഈ നിമിഷം വരെ നന്ദേട്ടൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കൂടെ നിന്നു. ഇപ്പോഴേ ഈ ആഗ്രഹവും സാധിച്ചു തരുന്നു. ധനുഷിൻ്റെ കൂടെയുള്ള എൻ്റെ നല്ല ജീവിതത്തിനെ പറ്റിയല്ലാതെ മറ്റൊന്നും നന്ദേട്ടൻ ആലോചിക്കരുത്. ഞങ്ങൾ ഇരുവരെയും കൂട്ടിച്ചേർക്കാനല്ലാതെ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി നന്ദേട്ടൻ്റെ നാവിൽ നിന്ന് ഒരു വാക്കും വരില്ലെന്ന് എനിക്കറിയാം. മറിച്ചാണെങ്കിൽ തുറന്നു പറയണം. ഞാൻ ഇവിടെ നിന്ന് തന്നെ ധനുഷിനൊപ്പം പോവും. നീ ഇതെപ്പോഴും എന്നോട് ആവർത്തിക്കണ്ട. നിന്റെ കണ്ണീരും അവസ്ഥയും കണ്ട അച്ഛനെ വരെ ഓർപ്പിച്ച് ഞാനിപ്പോൾ കൂടെ നിൽക്കുന്നത്. എന്തായാലും ധനുഷിനോട് ഞാനത് സംസാരിക്കട്ടെ. നിന്നെ അവനെ ഒരുമിച്ച് നിർത്തി സംസാരിച്ചിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ. ആ തീരുമാനം നിനക്ക് അനുകൂലമാകാൻ ഒരു ഏട്ടനെന്ന നിലയിൽ ഞാൻ ശ്രമിക്കാം. ഒരു കാരണവശാലും ധനുഷിനെ മറ്റാരുടെയും കയ്യിൽ കിട്ടരുത്. നിങ്ങളെ ഞാനാണ് പറഞ്ഞു വിടുന്നതെന്ന് ആരോടും പറയുകയും ചെയ്യരുത്. ആർക്കും ഒരു സംശയം തോന്നാത്ത തരത്തിലാവണം നിങ്ങൾ അവനെ എന്റെ മുന്നിൽ എത്തിക്കാൻ. ചെല്ല്. ശരി മാഡം. ഇന്നാണ് എന്റെ കാത്തിരിപ്പിന്റെ അവസാനം. എന്റെ ഇക്കയെ കൊന്നവനെ ഞാൻ കൊലപ്പെടുത്തുന്ന ദിവസം. നന്ദേട്ട സ്നേഹം ആകെ കുഴപ്പമായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യട്ടാ? നമുക്ക് നോക്കാം സന്ദീപേ. ധനുഷ് പുറത്തേക്ക് വരട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മാഡം, ഞങ്ങൾ ഗേറ്റിന് പുറത്തെത്തി. അവൻ ഗേറ്റിന് പുറത്തെത്തിയാൽ ഉടനെ അവനെ പിടിച്ച് വണ്ടി കയറ്റണം. ശരി മാഡം.
ചേട്ടാ വണ്ടി എടുക്ക വേഗം. അവന്റെ ശത്രുക്കളാർ അവനെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ കിഡ്നാപ്പ് ചെയ്തല്ലോ, അവൻ സ്വയം കാർ കയറി പോയതല്ല. ഒരു പർദ്ദയിട്ട സ്ത്രീ ആ കാറിലുണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. അവൻ മുസ്ലിം അല്ലേ? ഇനി ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും? അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല സച്ചേട്ടാ. ഏത് വേഷം കെട്ടാനും മടിയില്ലാത്തവർ നമുക്ക് ചുറ്റുമുള്ളപ്പോ ഒന്നും തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആ കാറിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റുമോ നോക്ക്. ഹലോ, ദേ സച്ചി അവളുടെ ഗുണ്ടകളും പുറകെ തന്നെ ഉണ്ടല്ലോ മൂർത്തി. നമ്മളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവന്തികെ, നീ ധൈര്യമായിരിക്കേ. എടാ ആ കാർ കാണുന്നില്ലല്ലോ. ദാ ഇവിടെയാണ് നീ കുറച്ചു ദിവസം കഴിയാൻ പോകുന്നത്. ഇവിടെയോ? എന്ത് കാര്യത്തിന്?
ഇതിലും പേരും ജയിലല്ലേ? ഇങ്ങോട്ട് വരാനാണോ നീ എന്നെ കൂട്ടി വന്നത്? നെല്ലിശ്ശേരിയിലേക്കാണെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ പോകുന്നത്. നെല്ലിശ്ശേരിയിലേക്കോ? അതിന് നിനക്കവിടെ ആരിയിരിക്കുന്നു? അഥവാ നിനക്കവിടെ ആരെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ഞാനാ.